ഇന്ന് നമ്മുടെ പടം അനന്തക്കാട് റിലീസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മീഡിയയുടെ സപ്പോർട്ടാണ് ഇനി വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും എല്ലാ നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം. സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ വെരി ഹാപ്പി. സോ നിങ്ങൾ ഇതിനുശേഷം ഇത്തരത്തിലൂടെ എപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക. താങ്ക് യു. അതിനകത്ത് വർക്ക് ചെയ്തെങ്കിലും ശരിക്കും ഇതിൻ്റെ കഥയൊന്നും ശരിക്കും എനിക്ക് അറിയില്ല. ഇന്ന് കണ്ടപ്പോൾ ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കാണുമ്പോൾ ചില പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറ നമുക്ക് ഗംഭീരമാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയും. ഇപ്പം ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമയാണെന്നാണ്. അതിനർത്ഥം ഇതെല്ലാം നന്നായിരിക്കുന്നു ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഒരു കണക്റ്റ് ആവാതെ വരുമോ എന്നുള്ള ഒരു സംശയം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് തീർത്തതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ടോട്ടാലിറ്റിൽ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു കറക്ഷനെ കുറിച്ചോ ടോട്ടാലിറ്റി ഇല്ല. ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്ക് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം പഴയ ആ ഒരു വില്ലൻ സ്വഭാവം എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പണ്ടും എന്നും ഒരു കഥാപാത്രവും ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ടോ ഞാൻ കരുതാറില്ല. ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ എന്താണ്, അയാളുടെ ധർമ്മം എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അതിനെ ബേസിൽ ഞാൻ ചെയ്യുന്നു. എനിക്കതിനകത്തൊരു ഞാൻ നന്മ ചെയ്യുന്നൊരു കഥാപാത്രം വെച്ചാൽ പ്രത്യേക സുഖമോ മോശമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോഴുള്ള വിഷമമൊന്നുമില്ല. ഞാൻ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഇത് വളരെ ബുദ്ധിയുള്ള ഒരു ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ, അയാൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്വീകരിക്കപ്പെടുന്നുണ്ട്. റിവ്യൂസ് വന്നപ്പോഴും ആര്യയുടെ പണ്ടത്തെ ഫൈനസ്റ്റ് പെർഫോമൻസ് ആണ് പറയുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഒരു ഡെബ്യൂസിന് ത്രൂഔട്ടുള്ള ഡെബ്യൂ സിനിമയ്ക്ക് അപ്പുറം അവിടെ കിട്ടുന്ന തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ് കാണുന്നത്? ഇത് വിജയരാഘവൻ പറഞ്ഞ പോലെ ഇതൊരു തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ അവിടെയും ഈ സ്ക്രിപ്റ്റും ഈ പടവും വളരെ വളരെ സൂപ്പർബായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു വൈഡ് സ്കെയിലിൽ എടുത്ത പടം, ബോത്ത് ലാംഗ്വേജസ് മലയാളം ആൻഡ് തമിഴ്, ഓഡിയൻസ് ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വിഷയം വന്നിട്ട് വളരെ ഒരു ഹാർട്ട് വാമിങ് ഫീലിംഗ്. ഓക്കെ, അല്ല, ഞാൻ ഇന്ദ്രൻസേനോട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു പരിചയം ഓൾറെഡി ഉണ്ടായിരുന്നു. മുരളീശ്വരനോട് ആദ്യമായിട്ടാണ്. പിന്നെ ചേട്ടനാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എല്ലാം ഫുൾ നറേറ്റ് ചെയ്തത് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ്. പിന്നെ എപ്പോഴും കുറേ സമയം ചേട്ടനോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 4 പേരും എപ്പോഴും സെറ്റിൽ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു ബോണ്ടിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു സീനിന്റെ ഇടയിൽ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തത്. തെക്കനോട്ട് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചു കൂട്ടണം എന്നുള്ളൊരു ഡയലോഗിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തോ തെക്കനോട്ട് കൊണ്ടുമ്പോൾ സൂക്ഷിച്ചു കൂട്ടണം. അത് സ്ഥിരമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതൊന്ന് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റി. അത് ഉറപ്പായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. മുരളിച്ചേട്ടൻ ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ജാൻസർ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ചും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ സൗജന്റെ എത്ര തന്നെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും പേര് പറയുമ്പോൾ തരികട പഴയ ആ ഒരു പ്രോഗ്രാമിന് ആ പേര് അതിന്റെ കൂടെ ചേർന്ന് പോയൊരു സമയമുണ്ട്. അപ്പൊ അതിന് ആ ഒരു വ്യൂവിലൂടെ എങ്ങനെ കാണുന്നത്? പറഞ്ഞു വന്നപ്പോഴേ ഈ
റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. അതായത് വീടുകളിൽ കയറി ആളുകളെ തലയ്ക്കടിച്ചു വന്നിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകണം. റിപ്പർ ചന്ദ്രൻ ഒരു ക്രിമിനലാണ്. തരികട സാബ് ഒരു ആർട്ടിസ്റ്റാണ്. തരികട എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പേരാണ്. യു ആർ കണക്ടിങ് എൻറ്റയർലി ഡിഫറെന്റ് പോയിന്റ്സ്. തരികട ഞാൻ ചെയ്തിരുന്നൊരു പ്രാങ്ക് ഷോ ആണ്. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം പ്രാങ്ക് ഷോ ചെയ്ത ആള് ഞാനാണ് ടെലിവിഷന്റെ ചരിത്രത്തിൽ. അതായത് സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഫസ്റ്റ് പ്രാങ്ക് ഷോ ഞാനായിരുന്നു. ആ ഷോയുടെ പേരാണ് തരികട എന്നത്. ദാറ്റ്സ് ആൻ അവാർഡ് ടു മീ. കാരണം ഞാനത് ചെയ്യുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ്. അതായത് ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത്. ഈ വരുന്ന ക്യാരക്ടറുടെ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. സോ അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം. പക്ഷേ ഐ മീൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് വറി.